രണ്ടെണ്ണം ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയിട്ട്? അല്ലേ ഒന്ന് തിരിച്ച് വിളിച്ച് പറയണ്ടേ, ഞാൻ ലേറ്റ് ആവും അമ്മേ, അല്ലെ ഞങ്ങൾ ലേറ്റ് ആവും, ഇച്ചിരി താമസിച്ചേ വരത്തുള്ളൂ, ഒന്ന് പറയണ്ടേ? അതും പറയത്തില്ല, ഇങ്ങോട്ട് വിളിക്കത്തുമില്ല. വിളിച്ചാൽ ഫോൺ എടുക്കത്തില്ല. പിന്നെ ഇവളുമാർ എന്തോ ഈ കുന്ത്രാണ്ടമൊക്കെ കൊണ്ട് ബാഗിനകത്തിട്ടുണ്ട് നടക്കുന്ന എന്തോ ചോദിച്ചാൽ പറയാം അവളുമാർ ബാഗിനകത്തിട്ടേക്കുമായിരുന്നു, എടുക്കാൻ വയ്യായിരുന്നു. ഇനി വരട്ടെ, ഇന്ന് രണ്ടിന്റെ കാല് തല്ലി ഒടിച്ച് ഞാൻ ഈ പരിക്കത്തത്, അതിന് ഞാൻ എടുക്കും. ആഹാ, കാണിച്ചു തരാമല്ലോ. ഫോൺ എടുക്കത്തില്ല ഇവളുമാര്, ഫോൺ എടുക്കത്തില്ല. ഒരു 50 കോളായി ഇപ്പൊ ഞാൻ വിളിക്കാൻ തുടങ്ങിയിട്ട്. അച്ഛനെയും അമ്മയും പേടിയില്ല, അതങ്ങ് പോട്ടേന്ന് വെക്കാം. ഈശ്വരനെയും ബ്രഹ്മാവിനെയെങ്കിലും പേടി വേണ്ടേ ദൈവം തമ്പുരാനെ? അതുമില്ല. ഇങ്ങനത്തെ രണ്ട് പിള്ളേര്. പൈസയുടെ ഉപകാരം വീട്ടുകാർക്കും ഇല്ല, നാട്ടുകാർക്കും ഇല്ല. തെക്ക് വടക്ക് ഈ നടത്തവാ. എന്തുവാ ഇത്? അല്ല, വീട്ടിൽ ചുമ്മാതെ ഫോണും തോട്ടിയിരിക്കുന്ന നേരത്തിന് എവിടെയെങ്കിലുമൊക്കെ പോകുന്നത് തന്നെയാ നല്ലത്. പക്ഷെ അവനവന്റെ കാര്യം മുഴുവനും ഇട്ട് തിന്നുവാൻ വേണ്ട, കുടിക്കുവാൻ വേണ്ട. രാവിലെ ഒരു ബാഗ് എടുത്ത് തോളയിലിട്ട് വണ്ടി എടുത്തോണ്ട് ഒരു ഒറ്റ പോക്കാം. പോയ വഴി, വന്ന വഴി. ആരോട് വിളിച്ച് പറയാനാ? വീട്ടിലൊരാൾ ഇങ്ങനെ ടെൻഷൻ അടിച്ച് നോക്കിയിരിക്കുന്നുണ്ടെന്ന് വലിയ ഇവളുമാർക്ക് അറിയേണ്ട കാര്യമുണ്ടോ? ആരോട് പറയാനാ ഇതൊക്കെ? പറഞ്ഞ വല്ലതും തലേ കയറുന്നതാണേലും വേണ്ടില്ല. ഇവളുമാരുടെ കൂട്ടുകാരികളെന്ന് വെച്ച് കഴിഞ്ഞാൽ അവളുമാരുടെ എല്ലാ പണിയും തീർത്ത് അവരുടെ കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞ് നല്ല ഒഴിവ് സമയം കിട്ടുമ്പോഴേ എവിടെയെങ്കിലും കറങ്ങാൻ പോകാൻ ഇവളുമാരെ വിളിക്കുന്നത്. ഇവളുമാരോ ഉള്ള പണി മുഴുവൻ ഇട്ട് തിന്നുവാൻ കുടിക്കാൻ വേണ്ടാതെ ഒരൊറ്റ പോക്കാ. അത് കേൾക്കും പോകുന്നതിന്റെ കേട്ടാൽ മതി, ഇവളുമാര് ബാഗും പൊക്കെ എടുത്ത് വണ്ടി എടുത്തോണ്ട് പോകും. ഈ പറയുന്ന കൂട്ടുകാരികളും കൂട്ടുകാരന്മാരും ഒന്നും ഒരാവശ്യം വന്നു കഴിഞ്ഞാൽ കൂടെ കാണത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവളുമാരുടെ തലയിലോട്ട് കയറത്തില്ല. കണ്ടാലറിയാത്തവരെ കൊണ്ടാലിറങ്ങി, എന്നാലേ പഠിക്കത്തുള്ളൂ. പറഞ്ഞു കൊടുത്തിട്ട് മനസ്സിലായില്ലെങ്കിലേ അനുഭവത്തിൽ വരുമ്പം പഠിച്ചോളൂ.